ഒരു വ്യക്തിയുടെ യഥാർത്ഥ കഴിവുകൾ എവിടെയാണ് ശരിക്കും ഉണ്ടാവുന്നത്? അതവൻ്റെ ഉള്ളിലല്ലേ? അവൻ്റെ ഉള്ളിലുള്ള കഴിവുകളെ പരിപോഷിപ്പിക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളാണ് അവന് ചുറ്റുഭാഗത്തു നിന്ന് കിട്ടുന്നത് എങ്കിൽ അവൻ വളർന്ന് പന്തലിക്കും. അതല്ല, അതിനെ സഡേറ്റ് ചെയ്യുന്ന, അടിച്ചമർത്തുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളാണ് അവൾക്ക് കിട്ടുന്നത് എങ്കിൽ, അല്ലെങ്കിൽ അവൾക്ക് കിട്ടുന്നത് എങ്കിൽ അവർ താഴ്ന്നിരിക്കുകയും ചെയ്യും. പക്ഷെ നിരന്തരം ഒരാളുടെ ഉള്ളിൽ അതിശക്തമായിട്ട് ഒരു കഴിവിനെ ഉത്തേജിപ്പിച്ചു കൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ ഒരു കഴിവ് ശക്തമായിട്ട് ഉള്ളിൽ കടന്ന് ഫോഴ്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ അവൻ അതിനെ ഏത് സാഹചര്യങ്ങളെയും മറികടന്നിട്ട് ആ കഴിവ് പ്രകടിപ്പിക്കാനും എന്താണോ അവനെ അവൻ ഉദ്ദേശിക്കുന്നത് അതവൻ നേടിയെടുക്കുകയും ചെയ്യും. അപ്പോൾ ഒരു വ്യക്തി മനസ്സിലാക്കേണ്ടത് തൻ്റെ ചുറ്റുപാടുകളിലുള്ള സാഹചര്യങ്ങൾ പ്രതികൂലമാവട്ടെ അനുകൂലമാവട്ടെ അതിനെ രണ്ടിനെയും ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തിട്ട് നമ്മുടെ ഉള്ളിലുള്ള സ്വപ്നങ്ങളെ തീവ്രമായ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാനും ഉള്ളിനെ എപ്പോഴും സ്ട്രോങ് ആയിട്ട് നിർത്തിയാൽ മതി. നമ്മുടെ മനസ്സിനെ എപ്പോഴും ഫോഴ്സ്ഫുള്ളി ആ ചിന്തയിലേക്ക്, ആ അച്ചീവ്മെൻറ്റിലേക്ക് എത്തിക്കാനുള്ളൊരു കപ്പാസിറ്റി നേടിയെടുക്കുകയാണ് വേണ്ടത്. സെൽഫായിട്ട് നമുക്ക് നല്ല ഒരു ഉദ്ദേശശുദ്ധിയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവുള്ളിടത്തോളം കാലം നമ്മുടെ സാഹചര്യങ്ങൾ എത്ര തന്നെ പ്രതികൂലമാണെങ്കിലും, മോശമാണെങ്കിലും, അനുകൂലമാണെങ്കിൽ പിന്നെ അത് ഓട്ടോമാറ്റിക്കലി നടന്നോളും. പ്രതികൂലമാണെങ്കിലും ഭംഗിയായിട്ട് കാര്യങ്ങളെ നേടിയെടുക്കാനുള്ള കഴിവ് സ്വയം നേടിയെടുക്കാൻ നമുക്ക് കഴിയും. നമ്മളെപ്പോഴും പരിപാലിച്ചു കൊണ്ടിരിക്കേണ്ടത്, സ്ട്രോങ് ആക്കി നിലനിർത്തിക്കൊണ്ട് ഇരിക്കേണ്ടത് നമ്മുടെ ഉള്ളിനെ തന്നെയാണ്. നമ്മളുടെ ഉള്ളിനെ തിരിച്ചറിയുകയും അതിന് വേണ്ട വെള്ളവും ഭക്ഷണവും വളവും ഒക്കെ നൽകിയിട്ട് അതിനെ പരിപാലിച്ച് വളർത്തി വലുതാക്കാൻ നമുക്ക് കഴിയുകയും വേണം. അങ്ങനെ നല്ല ഒരു മനഃശക്തിയുള്ള, മനക്കാമ്പുള്ള ഒരു വ്യക്തിയായിട്ട് മാറാൻ നമുക്ക് കഴിയട്ടെ. താങ്ക് യു.